പ്രളയകാലത്തെ മനുഷ്യത്വത്തിന്റെ മുഖമായ നൌഷാദ് വയനാടിന്റെ ദുരന്തമുഖത്തും കണ്ണീരൊപ്പാൻ രംഗത്തുണ്ട്. തന്റെ കടയിലെ വസ്ത്രങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നൌഷാദ് ഇതിനകം എത്തിച്ചു കഴിഞ്ഞു. ക്യാമ്പിൽ കഴിയുന്നവർക്കായി കൂടുതൽ വസ്ത്രങ്ങൾ ശേഖരിച്ച് വീണ്ടും വയനാട് ചുരം കയറാനിരിക്കുകയാണ് നൌഷാദ്. നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളം പ്രളയത്തിൽ മുങ്ങിയ സമയത്ത് തൻ്റെ കടയിലെ തുണികളെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നൽകിയ നൌഷാദിനെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല. ഇപ്പോൾ വയനാടിൻ്റെ അതിജീവനത്തിനായും നൌഷാദ് ഒപ്പമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ബ്രോഡ്വേയിലെ നൌഷാദിൻ്റെ കടയിലാണ്. ഈ കടയിലെ തുണികളെല്ലാം വയനാട്ടിൽ അതിജീവനത്തിനുള്ളവർക്ക് നൽകാൻ ഇപ്പോൾ നൌഷാദ് തീരുമാനിച്ചു. ഇതിലിപ്പോൾ നൌഷാദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നൌഷാദ്, ആദ്യ സെറ്റ് വയനാട്ടിലേക്ക് കൊടുത്തു അല്ലേ? 3-4 ദിവസം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ 1-2 കൂട്ടുകാരുണ്ടായിരുന്നു. ഇവിടുന്ന് കുറച്ച് ഡ്രസ്സുകളും പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് ഫുഡ് ഐറ്റംസ്, ബിസ്ക്കറ്റ്, റസ്ക്, ബ്രെഡ് അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസുമായിട്ട് നമ്മുടെ ട്രാവലറിൽ എല്ലാം ചെയ്തിട്ട് നമ്മളിവിടുന്ന് ഒരു 10:30 മണിയായപ്പോൾ പോയി. ആദ്യം ഫസ്റ്റ് ക്യാമ്പിൽ പോയി. ദയനീയമായ കാഴ്ചയാണ് അവിടെ കണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡ്രസ്സിനും ഭക്ഷണമൊന്നുമല്ല അവിടെ കൂടുതൽ അവരാഗ്രഹം. അവരുടെ ഉറ്റവരുടെയൊക്കെ നഷ്ടപ്പെട്ടവരെ നോക്കാനുള്ള വ്യഗ്രതയിലാണ് അവിടെ. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ അതാണ്. ഇപ്പോൾ കടയിൽ ഇപ്പോൾ രണ്ടാമത് നിങ്ങൾ പോകാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കി ഒരുപാടുണ്ട്. വീട്ടിലുണ്ട്, കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഡെയിലി യൂസിനുള്ള പെട്ടെന്നുള്ള സാധനങ്ങളാണ് വേണ്ടത്. അല്ലാണ്ട് കുറേ മറ്റുള്ള ഡ്രസ്സുകളൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അത് കുറച്ച് കളക്ട് ചെയ്തിട്ട് ഇന്നർ വെയറും സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത്. ഇപ്പോൾ ഈ വൈറലായ ശേഷം മറ്റ് സഹായങ്ങളൊക്കെ എങ്ങനെയാണ്? ട്രസ്റ്റ് മുഖേനയാണോ എടുക്കുന്നത്? ഇല്ല, ട്രസ്റ്റ് മുഖേനയെന്ന് വെച്ചാൽ 2016 വൈറലായി കഴിഞ്ഞപ്പോഴാണ് ട്രസ്റ്റ് തുടങ്ങിയത്. അത് ഞാൻ തന്നെ സ്വന്തമായിട്ട് തന്നെ കാശ് മുടക്കിയിട്ടാണ്, ആരെയൊന്നും പേടിക്കാണ്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ കയ്യിൽ നിന്ന് കാശ് മുടക്കി 1,87,000 രൂപയോളം എനിക്ക് ചിലവാണ് എല്ലാം കൂടിയിട്ട്. അത് ചിലവാക്കിയെന്ന് വെച്ചാൽ മറ്റുള്ളവർക്കൊരു ഉപകാരപ്രദമായിട്ടെന്ന് വെച്ചിട്ടാണ് ഈ ട്രസ്റ്റ് തുടങ്ങിയത്. ഇൻസാനിയത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ്. നമ്മൾക്ക് നേരത്തെയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊടുത്ത്, ഇനിയിപ്പോൾ എൻ്റെ ഇല്ല ഇനി കൊടുക്കാനായിട്ട്. മനസ്സിലായി, ഞാൻ അന്ന് സാധാരണ ഒരു കച്ചവടക്കാരനാണ്. പിന്നെ കാണുമ്പോൾ ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ പിടിക്കണൊക്കെ. നമ്മുടെ അവസ്ഥ എനിക്കും റബ്ബിനും അറിയാൻ പറ്റുള്ളൂ. ഇതൊക്കെ വയനാടിക്കുള്ള പിന്നെ തീർച്ചയായിട്ടും ഇതെല്ലാം വയനാടിക്ക് കൊടുക്കാനുള്ളതാണ്. ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളിന്ന് എല്ലാം വേർതിരിച്ച് എല്ലാം വയനാട്ടിലേക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നതാണ്. എന്തായാലും പഴയ വസ്ത്രങ്ങളുമായി ആരും ക്യാമ്പിലേക്ക് പോകരുതെന്നൊരു അഭ്യർത്ഥനയാണ് നൌഷാദ് പങ്കുവയ്ക്കുന്നത്. മനുഷ്യത്വം പറ്റാത്ത ഇത്തരം നൌഷാദുമാർ ഒപ്പമുള്ളപ്പോൾ നമ്മൾ ഈ ഒരു മഹാദുരന്തത്തെയും അതിജീവിക്കും. കൊച്ചി ബ്രോഡ്വേയിൽ നിന്ന് റിജോയ്ക്കൊപ്പം നിതിൻ അംബുജൻ, 24. നൌഷാദൊക്കെ ഉള്ളപ്പോൾ, ഐറമുള്ളപ്പോൾ, സുബൈദുള്ളപ്പോൾ നമ്മൾ എങ്ങനെ ഈ ദുരന്തത്തെ അതിജീവിക്കാതിരിക്കും? നമ്മൾ അതിജീവിക്കുക തന്നെ. നഷ്ടപ്പെട്ടതിന് പകരമാകില്ലെന്നറിയാം. എന്നിരുന്നാലും കരുതലുണ്ട്. അവർക്ക് ഒരു വലിയ ജനതയുടെ സഹായമുണ്ട്, പിന്തുണയുണ്ട്. നിങ്ങളെ കരകയറ്റാൻ ഞങ്ങളുണ്ട്, ധൈര്യമായിരിക്കാം.